എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. പോഷകസമൃദ്ധമായ ഒരു ഫുഡാണ് നമ്മുടെ ചെറുപയർ. അതിനോടൊപ്പം ഓട്സും കൂടി ചേർത്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ അതിന് ഞാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി ഒരു 3 തവണയെങ്കിലും കഴുകി നമുക്ക് വെള്ളമൊഴിച്ച് ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. അതിന് നമുക്ക് രാത്രിയിൽ ഇത് പയർ കഴുകി വെള്ളമൊഴിച്ചിട്ട് രാവിലെ നമുക്കിതെടുക്കാവുന്നതാണ്. ഈ പയർ നമ്മളെല്ലാവരും കഴിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം നമുക്കിതിനെ എങ്ങനെ റെഡിയാക്കാൻ, കഴുകി വൃത്തിയാക്കി നമുക്കിത് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. അത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അത് കഴുകിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു ബൗള് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ബൗളാണ്. ഈ ഓട്സ് നമുക്ക് വറക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഈ ഓട്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഓട്സ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം ഇത് റെഡിയാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കുറച്ച് സമയം അരക്കേണ്ടി വരും, അല്ല പൊടിച്ചിട്ട് വേണം നമുക്കിത് റെഡിയാക്കാൻ. അതിൽ എളുപ്പമാണ് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് ക്രിസ്പി ആയിട്ടിരിക്കാനും നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഈനോയോ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണ് അവൽ, നമ്മൾ സാധാരണ അവൽ നനയ്ക്കാൻ എടുക്കുന്ന അവലില്ലേ, ആ അവലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആ അവലും കൂടി ഇട്ടിട്ട് ശകലം കൂടി വെള്ളം ഒഴിച്ച് നമുക്കൊന്നൊരു ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അവലും കുതിർന്ന് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓട്സും കൂടെ കുതിർന്ന് കിട്ടും. ഓട്സ് രാവിലെ കഴിക്കുന്നവരുണ്ട്, വൈകുന്നേരം കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിച്ച് പ്രോട്ടീനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ചെറുപയർ ഇന്നലെ രാത്രിയിൽ കുതിർത്തിട്ടാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് കഴുകിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതും പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ചെറുപയറിൻ്റെ ഒപ്പം നമുക്ക് അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും അല്ലെങ്കിൽ 2 ഇഞ്ചിയും കൂടെ വേണമെങ്കിൽ ഒരു നുള്ള് ജീരകം കൂടി ഇടാവുന്നതാണ്. അതിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാവുന്നതാണ്. എരിവ് ഒരെണ്ണം മതിയായിരിക്കും നമുക്ക്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചട്നി ഉണ്ടാക്കുമ്പോൾ എരിവ് കുറച്ചിടേണ്ടി വരും. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. ഇതും കൂടി ഇട്ട് ശകല ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത്. അരയ്ക്കാൻ നേരം നമുക്ക് ആ ഓട്സ് ഇരുന്ന പാത്രത്തിൽ ശകലം വെള്ളം ഒഴിച്ച് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അത് അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആകുമ്പോൾ അരച്ച് കഴിഞ്ഞ് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്താൽ മതി. അല്ലെങ്കിൽ വല്ലാതെ ലൂസായി പോകും. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് മാറ്റി വെക്കുന്നത് നമുക്ക് ചട്നി ഉണ്ടാക്കുന്ന ആ സമയം വരെ മാറ്റി വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കാൻ പറ്റുന്നവർ രാവിലെ എഴുന്നേറ്റിട്ട് ഇതരച്ച് മാറ്റി ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതെന്നിട്ട് നമുക്കിന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതിന് കഴിക്കാൻ വേണ്ടി ഒരു ചട്നി റെഡിയാക്കുന്നുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ചട്നി. അതിനു വേണ്ടി ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ടിടാം. അതിനുശേഷം ഇതിന് എരിവിനാവശ്യത്തിന് ഒന്നെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാം. ഒരു 2-3 സ്പൂണ് തേങ്ങയും കൂടെ ഇടണം. ഇതിന് സ്വാദ് കൂട്ടാൻ. തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് ചമ്മന്തി അരച്ചെടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് മതി. ഇവിടെ അധികം എരിവൊന്നും അധികം ആരും കഴിക്കത്തില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. കാരണം വെള്ളം ചേർത്താൽ തക്കാളി ആയതുകൊണ്ട്
വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അതുമാത്രമല്ല മിക്സിയുടെ അടപ്പിന്നത് തെറിച്ച് പോകാനും വരും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനൊരു ചെറിയ താളിപ്പ് വേണം. അധികം ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. ഇതിലേക്ക് താളിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞതും കടുകും ഇട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് താളിച്ചെടുത്താൽ മതി. ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു ചട്നി റെഡിയായി കിട്ടും. ഇതിലേക്ക് ചോറുണ്ണാൻ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, ദോശയ്ക്ക് ഉപയോഗിക്കാം, ഇഡ്ഡലിക്ക് ഉപയോഗിക്കാം, അങ്ങനെ എന്തിനു വേണേലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടവുമാണ്. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ ചെറുപയറും ഓട്സും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ആ ദോശ പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ല നെയ്യ് റോസ്റ്റിൻ്റെ വലുപ്പത്തിൽ നമുക്കൊന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നന്നായിട്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെറുപയറും ഓട്സും കൂടി ചേർന്ന ദോശ റെഡിയാകും. ഇതിന് വേണമെങ്കിൽ ഇനി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്കിനി ഒരു ശകലം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. നെയ്യ് ഇല്ലാതെയും കഴിക്കാം. വണ്ണമൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് നല്ലൊരു ഫുഡാണ്. പക്ഷേ നെയ്യ് ചേർക്കാതെ കഴിക്കുന്നത് വളരെ ഹെൽത്തി. നെയ്യ് ചേർക്കാതെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വണ്ണം കൂടത്തില്ല. അത് പക്ഷേ കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. വളരെ ഇഷ്ടമാകുന്ന ഒന്നാണ്. വളരെ സ്വാദുവാകും. അപ്പം ഇതുണ്ട്, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഇത് കിട്ടും. എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് 2-3 മിനിറ്റ് 1 മിനിറ്റും കൂടി വെക്കുമ്പോൾ അത് ആ നെയ്യെല്ലാം ഇളകി അതിൽ പിടിച്ച് നല്ല സൂപ്പറായിട്ടുള്ളൊരു ക്രിസ്പി ഓട്സും ചെറുപയറും കൂടെ ചേർന്ന ദോശ റെഡിയാകും. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പോഷകസമൃദ്ധമായ ഒരു ഫുഡ് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അധികം സമയവും വേണ്ട ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. സമയവും ലാഭം, അതുമാത്രമല്ല ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇങ്ങനെ റെഡിയാക്കുമ്പം. എല്ലാവർക്കും ഇഷ്ടമാവും ഇതുപോലെ ഒരു ഫുഡ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഇതിന് പകരം നമുക്ക് ഈ തക്കാളി ചട്നിക്ക് പകരം വേറെ എന്തെങ്കിലും സാധാരണ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ഇതൊക്കെ ദോശയ്ക്കുമൊക്കെ കഴിക്കുന്നത് ആ കറി വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. സാമ്പാറാണെങ്കിലും നല്ലതാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. പിന്നെ ചമ്മന്തി നല്ലതാണ്. പിന്നെ നമ്മുടെ പനീറൊക്കെ അതും കഴിക്കാവുന്നതാണ്. വളരെ ബെസ്റ്റായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെയോ ഫിഷ് കറിയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാം. ഈ ചമ്മന്തി ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല രുചിയാണ്. ചോറിൻ്റെ ഒരു ഡിഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പം എല്ലാവരും ഇതുപോലത്തെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. വളരെ തിന്നായതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറുപയർ ഓട്സ് നന്നായിട്ട് വേകും. നല്ല ക്രിസ്പിയും കൂടെയാണ്. നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും. അതുപോലെ ഒരു ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.